നമസ്കാരം. ഞാൻ ദിനേശ് ഗംഗാധരൻ, കൊല്ലം. വീണ്ടും ഒരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. PSC പരീക്ഷയിൽ മലയാള വിഭാഗത്തിൽ ഇപ്പോൾ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ ONV കുറുപ്പിനെ കുറിച്ച് പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. അദ്ദേഹവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന, അദ്ദേഹവുമായി ബന്ധമുള്ള പ്രസ്താവന. കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ച് പറയാം. അദ്ദേഹം ജനിച്ചത് മലപ്പുറം ജില്ലയിൽ തിരൂർ തൃക്കണ്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരകൻ എന്നീ നിലകളിൽ അദ്ദേഹം അറിയപ്പെട്ടു. ശൂദ്രനായി ജനിച്ചതുകൊണ്ട് ഭഗവാന്റെ കഥ പറയാൻ അന്നത്തെ കാലത്ത് പറ്റില്ലേ. അതുകൊണ്ട് ആണ് അദ്ദേഹം കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ കാവ്യങ്ങൾ എഴുതിയത്. രാമായണ, മഹാഭാരതം എന്നീ കാവ്യങ്ങളെ കിളിപ്പാട്ട് രൂപത്തിൽ മലയാളികൾക്ക് നൽകി. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഭാഗവതം, ഹരിനാമകീർത്തനം, ചിന്താരത്നം, 24 വൃത്തം പോലുള്ള മഹത് കാവ്യങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച കവിയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ തിരൂർ തുഞ്ചൻ പറമ്പ് മലയാള സർവകലാശാലയുടെ ആസ്ഥാനമാണ്. എഴുത്തച്ഛൻ യഥാർത്ഥത്തിൽ ഒരു വിപ്ലവ കവിയായിരുന്നു, ഒരു ഫ്യൂച്ചറിസ്റ്റായിരുന്നു. അതായത് വരേണ്യവർഗമായ നമ്പൂതിരിമാരുടെ സംസ്കൃതത്തെ മലയാള ഭാഷയിൽ നിന്ന് നിഷ്കാസനം ചെയ്യിച്ച് സ്വന്തമായ ഒരു മലയാളം നമുക്ക് നൽകിയ ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹം രചിച്ച കാവ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കിളിപ്പാട്ട് വൃത്തങ്ങൾ എന്നറിയപ്പെടുന്ന കേക, കാകളി, കളകാഞ്ചി എന്നിവയാണ്. കിളിപ്പാട്ട് വൃത്തങ്ങൾ എന്നറിയപ്പെടുന്നത് കേക, കാകളി, കളകാഞ്ചി എന്നിവയാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളികളെ ഭക്തിയുടെ ലോകത്തേക്ക് നയിച്ചു. അവർക്ക് സ്വന്തമായ ഒരു മലയാള ഭാഷ നൽകി. അദ്ദേഹം എഴുതാൻ ഉപയോഗിച്ചിരുന്നത് വട്ടെഴുത്താണ്. വട്ടെഴുത്ത് ലിപിയാണ്. അപ്പോൾ എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ലിപി ഏതാണെന്ന് ചോദിച്ചാൽ വട്ടെഴുത്താണ്. ആ വട്ടെഴുത്ത് ലിപിക്ക് നാനം, മോനം എന്നും കൂടി മറ്റൊരു പേരുണ്ട്. നാനം, മോനം എന്നറിയപ്പെടുന്ന ലിപിയാണ് വട്ടെഴുത്ത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് നമുക്ക് അറിയേണ്ട കവി എന്ന് പറയുന്നത് ചെറുശ്ശേരി നമ്പൂതിരിയാണ്. 15-ാം നൂറ്റാണ്ടിൽ ആണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. കോലത്തുനാട് ഉദയവർമ്മൻ സാമൂതിരിയുടെ ആശ്രിതനായിട്ട് അദ്ദേഹം ജീവിച്ചിരുന്നു. യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹം കൃഷ്ണഗാഥ എന്ന കാവ്യം രചിച്ചത്. താരാട്ടിൻ്റെ ഈണത്തിൽ രചിക്കപ്പെട്ട മനോഹരമായ ഒരു കാവ്യമാണത്. പച്ച മലയാളത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. ഇന്ന് ഭാഷയിൽ പ്രചാരമില്ലാത്ത ധാരാളം പദങ്ങൾ അദ്ദേഹം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പച്ച മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ മഹാകാവ്യമായി ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ വാഴ്ത്തപ്പെടുന്നു. കൃഷ്ണഗാഥയ്ക്ക് കൃഷ്ണപ്പാട്ട് എന്നുകൂടി പേരുണ്ട്. വൃത്തമാണ് അദ്ദേഹം അതിലുപയോഗിച്ചിട്ടുള്ളത്. താരാട്ടിൻ്റെ ഈണമുള്ള വൃത്തം എന്ന് അതറിയപ്പെടുന്നു. പിന്നീട് ഗാഥാവൃത്തം എന്നുകൂടി അത് അറിയപ്പെടുന്നു. വിഷ്ണു ഭാഗവതം 10-ാം അധ്യായത്തിലെ ദശമസ്കന്ധം എന്നാണ്. 10-ാം അധ്യായത്തിന് ദശമസ്കന്ധം എന്ന് സംസ്കൃതത്തിൽ പറയും. അപ്പോൾ വിഷ്ണു ഭാഗവതം 10-ാം അധ്യായത്തിലെ കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ ഇതിവൃത്തമാക്കിയാണ്
ചെറുശ്ശേരി കൃഷ്ണഗാഥ എന്ന മനോഹരമായ കാവ്യം രചിച്ചത്. ഈ കൃതിയുടെ രചനയെക്കുറിച്ച് ചില ഐതിഹ്യങ്ങളുണ്ട്. അതായത് രാജാവും ചെറുശ്ശേരിയും കൂടി ചതുരംഗം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജാവ് തോറ്റെന്നും ആ സമയം കുട്ടിയെ തൊട്ടിലാട്ടിക്കൊണ്ട് റാണി ഒന്നുണ്ടു 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 ആളെ ഉണ്ടു എന്ന് പാടിയെന്നും കാര്യം മനസ്സിലാക്കിയ രാജാവ് ആളെ ഉണ്ടിന് കളിയിൽ ജയിച്ചുവെന്നുമാണ് കഥ. റാണിയുടെ ഈ ഈണം എന്നും നിലനിൽക്കാൻ വേണ്ടിയാണ് ചെറുശ്ശേരിയെ കൊണ്ട് ഇങ്ങനെയൊരു കാവ്യം എഴുതിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ഉദയവർമ്മൻ സാമൂതിരിയുടെ നിർദ്ദേശപ്രകാരം രചിച്ച കാവ്യമാണ് കൃഷ്ണഗാഥ. വിഷ്ണു ഭാഗവതം 10-ാം അധ്യായത്തിൽ കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് ഇതിൻ്റെ ഇതിവൃത്തമെന്നും മഞ്ചരി അല്ലെങ്കിൽ താരാട്ടിൻ്റെ ഈണമുള്ള കാവ്യമാണ് അതെന്നും പച്ചമലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ മഹാകാവ്യമാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയെന്നും നമുക്ക് പഠിക്കാം. അപ്പോൾ പ്രാചീന കവിത്രയ കവികളിൽ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചത് കവിയാണ് ചെറുശ്ശേരി. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛൻ. ഇനി 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്പ്യാരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ സദസ്സിലെ ത്രിമൂർത്തികളിൽ ഒരാളാണ് കുഞ്ചൻ നമ്പ്യാർ. നമ്പ്യാരുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുരിശിമംഗലം, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷെ അദ്ദേഹം അവിടെ ജനിച്ചു എന്നേ ഉള്ളൂ. അദ്ദേഹം ഒരു പ്രവാസിയായി ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു, ഒരു അവധൂതനെ പോലെ അറിഞ്ഞു നടക്കുകയായിരുന്നു. കുറേ കാലം അദ്ദേഹം അമ്പലപ്പുഴ രാജാവിൻ്റെ ആശ്രിതനായിരുന്നു. പിന്നീട് സ്ഥിരമായി മാർത്താണ്ഡവർമ്മയുടെ ത്രിമൂർത്തികളിൽ കേട്ട കവികളിൽ ഒരാളായി. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ ത്രിമൂർത്തികളിൽപ്പെട്ട മറ്റു 2 കവികളെന്ന് പറയുന്നത് ഉണ്ണായി വാര്യരും രാമപുരത്ത് വാര്യരുമാണ്. നമ്പ്യാർ എന്ന് പറയുന്ന കവിയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മലയാളികൾക്ക് അഭിമാനമാണ്. കാരണം ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കുക ചേരുവാൻ വടുവിയൊന്നാരു ചാരു കേരള ഭാഷ തന്നെ ചിദംബരു എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി കവിത എഴുതിയ മഹാനാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ എന്ന് പറയുന്ന കലയെ ജനകീയമാക്കിക്കൊണ്ട് അദ്ദേഹം വേദികളിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ 3 വിഭാഗത്തിൽപ്പെടുന്ന തുള്ളലുകൾ: കല്യാണ സൗഗന്ധികം ശീതങ്കം തുള്ളൽ, സഭാപ്രവേശം പറയൻ തുള്ളൽ, ഘോഷയാത്ര ഓട്ടൻ തുള്ളൽ. ഇത് 3 തരത്തിൽ ചൊല്ലുന്നത് കൊണ്ടാണ് ഈ 3 തുള്ളലുകളെ അങ്ങനെ വിഭജിച്ചിട്ടുള്ളത്. പിന്നെ എത്രയോ കൃതികൾ, 240-ലധികം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്പ്യാരുടെ തുള്ളൽ കാവ്യങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് കേരള പ്രകൃതിയെ പുരാണ കഥയോട് ബന്ധിപ്പിച്ച് അവതരിപ്പിക്കാൻ നമ്പ്യാർക്ക് സ്വതസിദ്ധമായ കഴിവുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫലിത പരിഹാസം, സറ്റയ, ആക്ഷേപഹാസ്യം. കവിതയാകുന്ന ചാട്ടവാർ ആഞ്ഞു വീശി അന്നത്തെ സമൂഹത്തെ അടിച്ച വ്യക്തിയാണ് നമ്പ്യാർ. അതായത് അഴിമതി, സ്വജനപക്ഷപാതം, അതുപോലെയുള്ള ദുഷിച്ചു നാറിയ വ്യവസ്ഥിതികൾക്കെതിരെ തൻ്റെ കവിതകളിലൂടെ ആഞ്ഞു വീശി ചാട്ടവാറടിയേറ്റ് നമ്പ്യാരുടെ ചാട്ടവാറടിയേക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും അതുണ്ടായിരുന്നില്ല. എന്തിനേയും വിമർശിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അഴിമതി കണ്ടാൽ, തനിക്കിഷ്ടമല്ലാത്തത് കണ്ടാൽ, സമൂഹത്തിന് നിരക്കാത്ത എന്തെങ്കിലും കണ്ടാൽ അപ്പോഴേ വിമർശിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്പ്യാർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് പ്രിയപ്പെട്ടവനായിരുന്നു. രാജാവും നമ്പ്യാരും കൂടി ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പശു രാജാവിൻ്റെയും നമ്പ്യാരുടെയും മുമ്പിൽ വന്ന് ചാണ്ടി, ലൂസ് മോഷൻ. അപ്പം നമ്പ്യാർ ചോദിച്ചെന്താ, പയ്യെ ഉനക്കും പക്കത്ത് താനാ ഊണ്. അതായത് രാജാവിനോട് കൊട്ടാരത്തിലെ ഊണ് മോശമാണെന്ന് പറയാതെ പറഞ്ഞ ആ കവിയായിരുന്നു നമ്പ്യാർ. ചാക്യാർകൂത്തിൽ നിന്നാണ് തുള്ളൽ എന്ന് പറയുന്ന കലാരൂപം ആവിർഭവിച്ചത്.
തുള്ളലിൻ്റെ വാദ്യോപകരണം എന്താണ്? മദ്ദളമാണ്. മദ്ദളം. ചാക്യാർകൂത്തിൻ്റെ വാദ്യോപകരണം മിഴാവാണ് നമുക്കറിയാം. എന്നാൽ തുള്ളൽ എന്ന് പറയുന്ന കലാരൂപത്തിൻ്റെ വാദ്യോപകരണം എന്ന് പറയുന്നത് മദ്ദളമാണ്. തരങ്കിണി എന്ന് പറയുന്ന വൃത്തത്തിലാണ് തുള്ളൽ കാവ്യങ്ങൾ പൊതുവെ എഴുതപ്പെടുന്നത്. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്പ്യാർ അദ്ദേഹം ജനകീയ കവിയാണ്, കവിത ചാട്ടവാറാക്കിയ കവിയാണ്. പിന്നീട് ഫലിതപരിഹാസങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. പിന്നെ അദ്ദേഹം തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവാണ്. പിന്നൊരു സുപ്രധാനമായ കാര്യം കൂടിയുണ്ട്. പേവിഷബാധയേറ്റ് മരിച്ച മലയാള കവിയാണ് നമ്പ്യാർ. അപ്പോൾ കവിത്രയ കവികൾ എന്ന് പറയുമ്പോൾ പ്രാചീന കവിത്രയ കവികളിൽ ശ്രദ്ധേയരായ 3 കവികളാണ്. 3 പ്രസ്ഥാനങ്ങളെ സൃഷ്ടിച്ചവരാണ്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചെറുശ്ശേരി ഗാഥാപ്രസ്ഥാനത്തെ സൃഷ്ടിച്ചു. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ സൃഷ്ടിച്ചു. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തെ സൃഷ്ടിച്ചു. ഈ 3 പേരെയും അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 3 പേരെയും മനസ്സിലാക്കാതെ മലയാള സാഹിത്യം പഠിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി, നമസ്കാരം.